ഒരിക്കലും മണിച്ചേട്ടൻ്റെ ശബ്ദം ചെയ്തത് കൊണ്ടോ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ട് പാടിയത് കൊണ്ടോ ആർക്കും മണിച്ചേട്ടനാകാൻ പറ്റില്ല. ഒരു ശ്രമമാണ്. മണിച്ചേട്ടൻ്റെ ശബ്ദത്തോട് എന്തെങ്കിലും സാമ്യത തോന്നിയാൽ നിങ്ങളുടെ ചെറിയൊരു സ്നേഹം കയ്യടിയായിട്ട് എനിക്ക് തരണം. ഓക്കെ? കൃഷ്ണേട്ടോ, കവലയെന്ന് പറയാ ആൾക്കാരും ഒന്നുണ്ടല്ലേ? നമുക്ക് പറയുമോ? എല്ലാരും കാണണം കൃഷ്ണേട്ടാ. എന്നാലും കണ്ണെന്ന ആളെ തന്നെയല്ലേ ആദ്യം കാണണ്ടേ? വാസന്തി എന്തു പറഞ്ഞാലും ചിരിക്കും. ഞാനല്ലേ കൈതക്കുട്ടി. ഈ നന്ദിനിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ നല്ല രസാ. സങ്കടം വന്നാലും ചിരിക്കും, ദേഷ്യം വന്നാലും ചിരിക്കും. ചാവൂല. കുട്ടൻ ചത്ത കൊച്ചുമോലാളി പറഞ്ഞ പോലെ നന്ദിനിക്കുട്ടി ചോദിക്കാനും പറയാൻ ആരില്ലാത്ത തെണ്ടിയായി പോവില്ലേ? ശരിയായില്ലേ? ഇനി വേണോ? ഡയലോഗ് വേണോ? വേണമെന്നുള്ളൊരു ഒന്നും കൂടി ഒരു ചെറിയൊരു കൈ. ആ ലൈറ്റ് ഓപ്പറേറ്റർ ആ ലൈറ്റ് ഒന്ന് തിരിച്ചു വിടണം. അത് ഫൈസൽ ഖാൻ്റെ തലയിൽ തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഭയങ്കര പ്രശ്നം കണ്ട് നോക്കാൻ പറ്റും. ഒന്നെങ്കിൽ തലയിൽ എന്തെങ്കിലും ഇടുക. ഫൈസൽ ഖാൻ നന്നായിട്ട് മമ്മൂട്ടിയുടെ ശബ്ദം ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു ഗൈഡ് കൊടുത്താൽ ഫൈസൽ ഖാനെ കൊണ്ട് നമുക്ക് മമ്മൂട്ടിയുടെ ശബ്ദം ചെയ്യിക്കും. എത്ര ബാവോടല്ലേ ആ മൈക്ക് കൊടുക്കും. മമ്മൂക്കയുടെ ശബ്ദം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നൊരു കലാകാരനാണ്. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ പറയാം അല്ലേ? അതെ. നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട്, മണിച്ചേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് വല്യേട്ടൻ എന്ന സിനിമയിലെ കാട്ടുപള്ളി പപ്പൻ എന്ന കഥാപാത്രം നമ്മളൊന്നിവിടെ ചെയ്യാൻ പോവാണ്. മമ്മൂട്ടി നിങ്ങളാണ്. നല്ലൊരു ഗൈഡ് കൊടുത്ത മമ്മൂട്ടി. ഒരാൾ മോട്ടോക്കി മമ്മൂട്ടിങ്ങളാണ് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഞാൻ പ്രോത്സാഹിപ്പിക്കും. ഒറ്റ കയ്യിലൂടെ. അപ്പോൾ ഡയലോഗ് ഇതാണ്: പപ്പ വണ്ടി കയറും. അത് ഞാൻ പറയും എൻ്റെ സൗണ്ടിൽ. ഞാൻ ചോദിക്കും. എങ്ങോട്ടാ സാറ്? അപ്പം നിങ്ങൾ പറയണം ഇന്നിവിടെ ഉത്സവമല്ലടാ. ഓക്കെ? ഒന്നുകൂടി മാറി. പപ്പ വണ്ടി കയറി, ഇന്നിവിടെ ഉത്സവമല്ലടാ. 2 ഡയലോഗ്. ഓക്കെ? മമ്മൂട്ടിയുടെ ശബ്ദം വന്നാൽ കൈയടിക്കണം. ഓക്കെ? ഒന്നുകൂടി മറന്നുപോയി. പപ്പ വണ്ടി കയറി. മമ്മൂട്ടി ആയില്ല, കൈയടിച്ചില്ല. ഓൽക്കറിയാം ഞാൻ അങ്ങനെ പറയും. ഒന്നുകൂടെ. പപ്പ വണ്ടി കയറി. എങ്ങോട്ടാ സാറ്? ഇവിടെ ഉത്സവമല്ലേ? പെരുന്നാളോ പൂരോ വരാൻ പപ്പനെ കിട്ടില്ല. ഇത് സ്ഥലം മരുതൂർമല്ല. എന്റെ പേര് കാട്ടുപള്ളി പപ്പന്ന. സാറ് കലക്കുണ്ട്, നന്നായിണ്ട്. ഈ കളിയില് പോലീസുകാർ തോറ്റതായിരുന്നു. സാർ ഫോർവേഡ് കയറി കളിച്ചോണ്ടാ. എനിക്കൊരു സങ്കടമുണ്ട്, പറയട്ടെ. എനിക്കൊരു പെങ്ങളൂട്ടിയുള്ളത് വീട്ടിലൊറ്റയ്ക്കാ. അത് പരുന്തിങ്ങാലുമ്പോ പോണ്ട നോക്കാൻ കഴിയും സാറിന്. കഴിയണം. എങ്ങനെ മരിച്ചത്? മലവെള്ളം കുത്തിയിരിക്കുന്ന പുഴ ഒറ്റയ്ക്ക് നീന്തി കിടക്കണ കുട്ടിയവള്. 6 വയസ്സുള്ളപ്പോ എന്റെ കൈ കിടന്ന് അവള് നീന്തൽ പഠിച്ചേ. എന്നിട്ടിപ്പോ നിങ്ങളുടെ നാട്ടില് ഇച്ചിക്കോണം പോകുന്ന വെള്ളത്തില് അവള് മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞ പോറിക്കില്ല ഞാൻ. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററാണ്. നല്ലൊരു ഗൈഡ് കൊടുത്ത്. താങ്ക് യു. അപ്പം നമുക്ക് മണിച്ചേട്ടൻ്റെ കുറച്ച് നാടൻ പാട്ടിലേക്ക് കിടക്കാം.